പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത് മൊത്തത്തിൽ വിശേഷങ്ങളേ ഉള്ളൂ. ഞാനിപ്പോൾ പുതിയതായിട്ട് ഒരു സീ കേരളയുടെ ഒരു സീരിയൽ ജോയിൻ ചെയ്യാൻ പോവാണ്. പിന്നെ എന്താണ് കുറച്ച് ആൽബംസ് ഒക്കെ ചെയ്തു. ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ എന്ന് പറഞ്ഞൊരു പാട്ടാണ് സിംഗർ എന്നുള്ള നിലയിൽ മനീഷ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിനെ റെക്കഗ്നൈസ് ചെയ്ത് വന്നത്. അതുമാത്രമല്ല, അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടുള്ളൊരു പാട്ടും കൂടിയാണ് ദൈവസ്നേഹം. അപ്പോൾ അത് എഴുതിയ ഫാദർ തദേവൂസ് അരവിന്ദൻ, അദ്ദേഹത്തിൻ്റെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം 10 വർഷത്തിന് മേലെ അദ്ദേഹം കുറേ കാലമായിട്ട് ഒന്നും എഴുതുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ആദ്യമായിട്ട് വീണ്ടും രണ്ടാമത് എന്താ പറയുക ഫീൽഡിലേക്ക് ലിറിക്സ് എഴുതി വരുമ്പോൾ ആ പാട്ട് രണ്ടു പാട്ടും ഞാനാണ് പാടിയിരിക്കുന്നത് എന്നുള്ളത് വലിയൊരു സന്തോഷം. കാരണം എന്ന് വെച്ചാൽ അച്ഛൻ്റെ പാട്ട് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ആ പാട്ടേറ്റ് പാടുമ്പോഴും ശരിക്കും പറഞ്ഞാൽ അതിലെ വരികൾ പോലെ തന്നെ ദൈവത്തെ എത്ര വർണ്ണിച്ചാലും മതിയാവാത്തൊരു പാട്ടാണ് എനിക്കത്. അതിൻ്റെ മെയിൽ വേർഷൻ ദാസങ്ങളാണ് പാടിയിരിക്കുന്നത്. പക്ഷേ ഫീമെയിൽ വേർഷൻ അത് ചിത്ര ചേച്ചിയാണോ സുജാത ചേച്ചിയാണോ എന്ന് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞതുപോലെ ജനങ്ങളിലേക്ക് മനീഷ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ആയതിനു ശേഷം ഭയങ്കര സംശയമായിരുന്നു എല്ലാവർക്കും പാട്ടുകാരിയാണോ എന്ന്. പക്ഷേ പല പല ഇൻസിഡൻസിലൂടെയും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിൽ ഏറ്റവും വലിയ ചെറിയ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ SPB സാറിൻ്റെ കൂടെ ഞാൻ അന്ന് പാടിയതാണ് പാട്ടുകാരി എന്നുള്ള നിലയിൽ വീണ്ടും ഒരു പുനർജന്മം എനിക്ക് തന്നത്. അതിനുശേഷമാണ് പിന്നെ ദൈവസ്നേഹമോ മനീഷ തന്നെയാണല്ലേ പാടിയെന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അച്ഛൻ്റെ വീണ്ടും 2 പാട്ടുകൾ, അതും വളരെ മനോഹരമായ 2 പാട്ടുകളാണ്. ഒന്നൊരു പെസഹായ്ക്കുള്ളൊരു പാട്ട്, പിന്നെ ഒരു സ്വീകരണത്തിന് വേണ്ടിയിട്ടുള്ളൊരു പാട്ട്. അങ്ങനെ ഇപ്പോൾ SPB സാറുമായിട്ട് കുറേ ഇവൻറ്റ്സിൽ അല്ലെങ്കിൽ പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട് ചേച്ചി, പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഓർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറ്റും? SPB സാറിൻ്റെ ഓർമ്മകൾ എന്ന് പറയുന്നത് എല്ലാവരെ പോലെ തന്നെയും എനിക്കും ഒരുപാട് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സങ്കടമാണ്. കാരണം പെട്ടെന്ന് ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു മനുഷ്യസ്നേഹിയായ ഒരു കലാകാരനാണ് അദ്ദേഹം. കാരണം അത്ര ഒരു നമ്മളെപ്പോഴും പറയും മരണത്തിനൊരു പ്രായമൊന്നും ഇല്ലെങ്കിലും നമ്മളെപ്പോഴും പറയില്ലേ, ഓ വയസ്സായി സുഖമില്ല അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷേ SPB സാറിൻ്റെ മരണം എന്ന് പറയുന്നത് ഓൾ ഓഫ് എ സഡൻ, ആ കോവിഡിൻ്റെ സമയത്ത് അതും റിക്കവറി ചെയ്ത് തിരിച്ചു വരും എന്നുള്ളൊരു കോൺഫിഡൻസ് എല്ലാവർക്കും അദ്ദേഹത്തിന് അടക്കം ഉണ്ടായിരുന്നിട്ട് പെട്ടെന്നാണ് ഒരു മരണം സംഭവിച്ചത്. അപ്പോൾ അതെന്നും തീരാത്തൊരു ദുഃഖം തന്നെയാണ്. പക്ഷെ അവിടെയും ദൈവം പ്രവർത്തിച്ച ഒരു വലിയ പ്രവൃത്തി എന്ന് പറയുന്നത് SPB സാറിൻ്റെ രൂപത്തിൽ എൻ്റെ അടുത്ത് വന്ന് എനിക്ക് വീണ്ടും ഒരു പുനർജന്മം നൽകിയാണ് അദ്ദേഹം കടന്നുപോയത്. അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. കാരണം ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു ആ ഒരു ഷോയ്ക്ക് ശേഷം അദ്ദേഹം ഒരുപാട് എന്നെ എൻക്വയറി ചെയ്തിരുന്നു, ഒരുപാട് പലരുമായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു ഇനി SPB സാറിൻ്റെ കൂടെ കുറച്ച് ഷോസൊക്കെ ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞെട്ടൽ എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു എന്താ പറയുക, നമുക്കൊട്ടും സഹിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. ഞാൻ അന്ന് പൂക്കാലം വരവായി എന്ന് പറഞ്ഞാൽ സീ കേരളയുടെ തന്നെ ഒരു സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്താണ് ഞാൻ ഫുൾ പുട്ടിയൊക്കെ ഇട്ടൊക്കെ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു വാർത്ത. തലേ ദിവസം തന്നെ എന്നെ പല മീഡിയാസും ഇത് പുറത്ത് വിടുന്നതിന് മുന്നേ തന്നെ ഇതൊരു വാർത്താ പ്രാധാന്യമുള്ളൊരു സംഗതി ആയതുകൊണ്ട് ഒരുപാട് മീഡിയാസ് എന്നെ വിളിച്ചിരുന്നു. പക്ഷെ അതെനിക്ക് അതായത് കൺഫർമേഷൻ പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരാളോട് പറയാനും പറ്റത്തില്ല, ആരോടിത് ഒരു എന്താ പറയുക ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ വരാതെ എൻ്റെ വായിന്നത് അങ്ങനെ പോകാൻ പാടില്ലല്ലോ. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് വേണം പറയാൻ. ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു അത് സത്യം.